നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തിയപ്പോൾ കരവന്നൂർ ബാങ്ക് വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. കരവന്നൂർ ബാങ്കിൽ ED കൂടുതൽ നടപടികളിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. പ്രതികളിൽ ഒരാളെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. KB അനിൽകുമാർ എന്ന പ്രതിയെയാണ് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ കോടതി നേരത്തെ സമൻസ് അയച്ചിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി സമൻസ് അയച്ചിരുന്നു. 18 കോടി രൂപയാണ് ഇദ്ദേഹം കരവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് എന്നാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള KB അനിൽകുമാറിനെ കോടതി നിർദ്ദേശിച്ചനുസരിച്ച്, അതായത് കോടതി സമൻസ് അയച്ചതിനനുസരിച്ച് ED ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ പേരെ ഇനിയും അറസ്റ്റ് ചെയ്യും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ KC മൊയ്തീനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റു പലരെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ KV കണ്ണൻ എന്ന് പറയുന്ന ആള് ഇപ്പോൾ തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ ചെയർമാനാണ്. അങ്ങനെയുള്ള ഒരാളും ഒക്കെ ഒരുപക്ഷെ ഇനിയും ചോദ്യം ചെയ്യാം. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ED കൂടുതൽ നടപടിയിലേക്ക് പോകുന്നത് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. കേസിലെ 55 പ്രതികളുടെ കുറ്റപത്രമാണ് ആദ്യഘട്ടം സമർപ്പിച്ചത്. അതിൽ 11ാം പ്രതിയാണ് അനിൽകുമാർ. 3433.6 കോടിയുടെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്ത് ED ചെയ്തിരുന്നു. അതിൽ CPM-ന്റെ 5 നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. പലതവണ ചോദ്യം ചെയ്യപ്പെട്ട AC മൊയ്തീൻ MLA അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചനകൾ വരുന്നത്. ഇടനിലക്കാരൻ P സതീഷ് കുമാർ, അയാള് വെള്ളപ്പായ സതീശൻ എന്നറിയപ്പെടുന്ന P സതീഷ് കുമാറാണ് വടക്കാഞ്ചേരിയിലെ മുനിസിപ്പൽ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, കരവൂർ ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ലെജിൻസ്, കമ്മീഷൻ ഏജന്റ് PP കിരൺ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. ഇപ്പോൾ ഇതാ അനിൽകുമാറും അറസ്റ്റിലായിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അറസ്റ്റും ഉണ്ടായത്. അതാണ് അനിൽകുമാർ. ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ എന്തുകൊണ്ടാണ് മറ്റു പ്രതികളുടെയും തട്ടിപ്പുകാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താത്തത് എന്ന് ചോദിച്ചിരുന്നു കോടതി. അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്നും അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നും ED മറുപടിയും നൽകിയിരുന്നു അന്ന് കോടതിയിൽ. ഇപ്പോഴത്തെ EDയുടെ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് അറിയേണ്ടതുണ്ട്. കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം നേരിടുന്നവരിൽ ഒരാൾ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനാണ്. കരവന്നൂർ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ നടന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ED ചോദ്യം ചെയ്ത MK കണ്ണനാണ് തൃശ്ശൂരിൽ ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ. ഓർക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇടതുമുന്നണിയുടെ, അതായത് VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ അല്ല അധ്യക്ഷൻ എന്നത്. എന്തായാലും കണ്ണൻ പ്രസിഡന്റായ തൃശ്ശൂർ സഹകരണ ബാങ്കിലും കരവന്നൂരിലെ മുഖ്യ പ്രതി സതീഷ് കുമാർ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതായി ED കണ്ടെത്തിയിരുന്നു. കണ്ണന്റെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നതെന്ന് സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് നിരവധി തവണ ഇദ്ദേഹത്തെ എറണാകുളത്ത് ED ഓഫീസിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. ഇനിയും വിളിപ്പിക്കുമെന്നും കണ്ണൻ കേസിൽ പ്രതിയാകുമെന്നുമുള്ള സൂചനയാണ് ED നൽകുന്നത്. എന്തായാലും ED തിരഞ്ഞെടുപ്പ് ഘട്ടമായിട്ടും കൂടുതൽ നടപടിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശം കൂടെ ശക്തമായി ഉള്ളത് കൊണ്ട് ED മിണ്ടാതിരിക്കാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പായി എന്ന് വെച്ചിട്ട് ED ഇനി കൂടുതൽ നടപടികൾ പോകുന്ന ആരെയൊക്കെ ആയിരിക്കും? ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന ഈ KK കണ്ണനെയും ഇനി അറസ്റ്റ് ചെയ്യാൻ വിളിക്കുമോ? അതല്ലെങ്കിൽ അയാളെ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിക്കുമോ? AC മൊയ്തീൻ MLA ചോദ്യം ചെയ്യുമോ? എല്ലാം തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാകുമോ? കാത്തിരുന്നു കാണാം.